വാക്കിനകത്ത് ഇന്ന് രാത്രി ദൈവം ചില അതുപോലെ ഹൃദയമായി ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക്, ആഴമായ ബന്ധത്തിലേക്ക് ഇന്നലകളിൽ അല്പമൊന്ന് പിന്മാറി, ഇന്നലകളിൽ അല്പമൊന്ന് പുറകോട്ട് പോയി, പക്ഷെ ഇനി ഒരിക്കലും പിന്മാറാൻ കഴിയാത്തൊരു ഭയങ്കരമായ പ്രാണബന്ധത്തിലേക്ക്, ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് കയറി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ആമേൻ. കോഴി കൂകുന്നതിന് മുമ്പേ ആര് വിട്ടിട്ട് പോയാൽ നിന്നെ തള്ളി പറയത്തില്ല, വിട്ടു പോകത്തില്ലെന്ന് പറഞ്ഞ പത്രോസിനെ നോക്കിയിട്ട് യേശു പറയുകയാണ്, കോഴി കൂവുന്നതിന് മുമ്പേ നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ഇതൊരു പ്രവചനം പോലെ പത്രോസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് അവനെ പിടിച്ചുകൊണ്ടുപോയി ആമേശ്വത്തിന് അങ്ങനെ ആളുകൾ കൂടിയിരിക്കുന്ന ആ കൂട്ടത്തിന്റെ നടുവിൽ അവർ ആമേശ്വത്ത് ഇങ്ങനെ രാത്രിയാമങ്ങൾ പ്രഭാതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പെൺകുട്ടികൾ ആമെ നോക്കി ഒരു സ്ത്രീ ചോദിക്കുകയാണ്, നീ അവനോട് കൂടെയുള്ളവനല്ലയോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. 3 വട്ടം തള്ളിപ്പറഞ്ഞു. 1 അല്ല 2 അല്ല, 3ാമത്തെ തള്ളിപ്പറയുക മാത്രമല്ല, ആണയിടാനും പ്രാകാനും തുടങ്ങിയെന്ന വചനം പറയുന്നത്. ഇത് പറഞ്ഞപ്പോ കോഴി കൂവുകയാണ്. പെട്ടെന്ന് അവന്റെ അകത്ത് ചിന്ത വന്ന് കോഴി കൂകുന്നതിന് മുമ്പ് അങ്ങനെ തന്നെ സംഭവിച്ചു. താൻ എന്ത് ചെയ്തു? പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. നോക്കിക്കേ, യേശുവിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ലെന്ന് പറഞ്ഞ, യേശുവിനെ വിട്ടുപോകയില്ലെന്ന് പറഞ്ഞ മനുഷ്യന്റെ അകത്ത് നിന്ന് അറിയത്തില്ലെന്നുള്ള വാക്ക് പറയുക. ഹല്ലേലൂയ. അങ്ങനൊരു വാക്ക് വന്നാൽ ആർക്കാ സഹിക്കാനൊക്കുന്നേ? സഹിക്കാനൊക്കത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ഞാൻ പറയാം, കർത്താവ് അവനെ കുറിച്ചുള്ള പദ്ധതിക്കകത്ത് അവൻ ഉള്ളത് കൊണ്ട് അവൻ ആ വാക്ക് പറഞ്ഞപ്പോഴും കർത്താവിനറിയാം അവൻ തിരിച്ചു കയറി വരുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നത്തേതിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. എന്നിട്ട് എന്ത് ചെയ്യുന്ന സ്തോത്രം, ഒരാളെ എന്ത് ചെയ്തു? വാള് കൊണ്ട് അങ്ങ് തല ഏതിച്ചു കളഞ്ഞു. എന്നിട്ട് പത്രോസിനെ പിടിക്കുക. പത്രോസിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ചെങ്ങലയിലിട്ട് തലഛേദനം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ സ്തോത്രം എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഭ അവന് ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. സത്യത്തിൽ ഈ സമയത്തല്ലേ പത്രോസ് യേശുവിനെ തള്ളി പറയേണ്ടിയിരുന്നേ? സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. എന്താ കാരണം? നോക്കിക്കേ, മുന്നമേ യേശുവിനോട് കൂടെ നടന്നിട്ട് യേശുവിനെ തള്ളി പറയേണ്ട സാഹചര്യം ഇല്ല. സത്യത്തിൽ അവിടെ മൗനമായിരുന്നാൽ മതി. തന്നെ അറസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയോ ക്രൂശിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അകത്തുമല്ല, മൗനമായി വേണമെങ്കിൽ പോയാൽ മതി. പക്ഷെ ഇദ്ദേഹം യേശുവിനെ തള്ളി പറഞ്ഞു. പക്ഷേ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പുസ്തകം പഠിക്കുമ്പോൾ ഹെരോദാവിന്റെ കയ്യിൽ അകപ്പെട്ട പത്രോസ് കാരാഗ്രഹത്തിനകത്ത് ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും ഈർച്ചവാളിന്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദം തന്റെ കാതുകൾക്കകത്ത് മുഴങ്ങി കേൾക്കുമ്പോഴും അടുത്ത ദിവസത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ ശിരസിനെ ഈ ലോകത്തുനിന്ന് ഛേദനം ചെയ്യുമെന്നും വിധി പുറപ്പെടുവിച്ചിരിക്കുന്ന ആ രാത്രിയിൽ യേശുവിനെ തള്ളിപ്പറയാതെ പത്രോസ് കിടന്ന് സുഖമായി ഉറങ്ങിയതിന്റെ പിന്നിലെ രഹസ്യം എന്തെന്നറിയാമോ? 2 കാര്യങ്ങൾ. 1, അവനുമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധം. 2, അവനോടുള്ള വാഗ്ദത്തം. ഇന്ന് രാത്രി ഞാൻ പറയാം, വാഗ്ദത്തമുണ്ടോ? നിന്റെ ശിരസിനെ, നിന്റെ ജീവനെ തൊടാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. ഇന്ന് രാത്രി ഈ സൂം മീറ്റിങ്ങിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു ആത്മാവിൽ ദൂത് പറയാ, കൊറോണ വന്നു. ഈ ലോകത്തിനകത്ത് വലവിധമാകുന്ന വൈറസുകൾ കയറിയിറങ്ങിപ്പോയി. ഇന്ന് രാത്രി ഞാൻ പറയാം, കൊറോണ നമ്മുടെ വീട്ടിലൂടെ കയറി ഇറങ്ങിപ്പോയി. അതുപോലെ അടുത്ത വീട്ടിൽ കയറിപ്പോയി, അടുത്ത പഞ്ചായത്തിൽ കയറിപ്പോയി. എത്ര എണ്ണത്തിനെ കൊണ്ടുപോയി? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കൊറോണ വന്നിട്ട് ഇന്ന് രാത്രി ജീവനോടെ ഉണ്ടെങ്കിൽ ടൈം ആയിട്ടില്ല. ഹല്ലേലൂയ. ഇല്ല, ഹല്ലേലൂയ. ഇന്ന് രാത്രി സമയമായിട്ടില്ലെന്ന്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ? ആമേൻ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ടൈമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമാണ്. ആമേൻ. ഈ സമയം ആമേൻ ദൈവം അനുവദിക്കുന്ന സമയം വരെ ഇന്ന് പകൽ നമ്മൾ ഉണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന സമയം വരെ നമ്മൾ ഉണ്ടാകും. ഹല്ലേലൂയ, ആമേൻ. ആർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. പ്രൈസ്. കഴിഞ്ഞ ദിവസം ഒരു മിഷൻ ചലഞ്ച് മീറ്റിങ്ങിനകത്ത് ഒരു സംഭവം ഉണ്ടായി. ആമേൻ. സ്തോത്രം. എല്ലാവരും ഈ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പറഞ്ഞു, സ്തോത്രം, ആഫ്രിക്കയിൽ പോകണം, യൂറോപ്പിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം. പലരും പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു, പല രാജ്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ആമേൻ സ്തോത്രം, എനിക്ക് എന്ത് ചെയ്യണം? ഇത് ലൈവ് ഉണ്ടോ പാസ്റ്റേ? ഉണ്ട്.
ഉണ്ട്. ആമേ. ഞാൻ പറഞ്ഞു എനിക്ക് നമ്മുടെ തൊട്ടടുത്തൊരു രാജ്യമുണ്ട്, പേര് പറയുന്നില്ല, ആ രാജ്യത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ആള് പറഞ്ഞു, സ്തോത്രം, എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യന് നിങ്ങൾക്ക് ജീവനിൽ പേടിയില്ലെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് കർത്താവ് അനുവദിക്കുന്ന സമയം വരെ ഒന്നും സംഭവിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കല്ലെറിഞ്ഞ് ചണ്ടിക്കൂമ്പാരങ്ങളുടെ അകത്ത് മരിച്ചെന്ന് പറഞ്ഞു വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ടു. ആമേൻ. അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പ്രസംഗിച്ച ഒരുവനുണ്ട്. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ആമേൻ, മരണത്തിനോ, ഹല്ലേലൂയ, ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും ദൈവത്തിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ലാഭമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജീവിക്കാനാ പാട്. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മരിക്കാൻ ഭയങ്കര ഇഷ്ടം, പെട്ടെന്ന് മരിക്കാൻ. ജീവിക്കാനാണ് എന്ത്, മരിക്കാൻ ഒരു പാടുമില്ലെന്ന്. ഹല്ലേലൂയ. ഇന്ന് മരിക്കാൻ പേടിയുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ, മരിക്കാൻ പേടിയുള്ളവര്. സ്തോത്രം കേട്ടോ. കർത്താവേ, ഇത്രയും പേർക്ക് ഒരു പേടിയില്ല കേട്ടോ. സ്തോത്രം. മരിക്കാൻ പേടിയില്ലാത്ത ആളുകൾ കൈ ഉയർത്താൻ ആരും കൈ ഉയർത്തിയില്ല, ഞാൻ മാത്രം കൈ ഉയർത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും പേർക്ക് ഭയങ്കര ധൈര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാളെ അറിയാം. സ്തോത്രം. തോക്കുധാരികളായ ആളുകൾ അവൻ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ എത്ര പേർക്ക് ധൈര്യം ഉണ്ടെന്ന് അറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെയാണ് ധൈര്യം വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ ധൈര്യത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ വചനത്തിലേക്ക് വരാം. വചനത്തിലേക്ക് കടന്നു വന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. എൻ്റെ അകത്ത് ദൈവം ഒരു വചനം നൽകിയിട്ടുണ്ട്. രാമേശ്വരം നോക്കി, ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് എൻ്റെ അകത്ത് കർത്താവ് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആഴമായി തിരിച്ചറിഞ്ഞ വ്യക്തിക്ക് യേശുവിങ്കിൽ നിന്ന് പിന്മാറാൻ കഴിയത്തില്ല. പുറകോട്ട് ആ വ്യക്തിക്ക് പോകാനൊക്കത്തില്ല. ആമേൻ. സ്തോത്രം. എന്ത് പ്രതിസന്ധി വന്നാലും ഹല്ലേലൂയ പോകാനൊക്കത്തില്ല. എന്താ കാരണം എന്നറിയാമോ? അവനെ വിളിച്ചവൻ അവൻ വിശ്വസ്തനാണെന്ന് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഓൺലൈൻ മീറ്റിങ്ങിനകത്തുള്ളവരോട് ഞാൻ പറയാം, വിളിച്ച ദൈവം വിശ്വസ്തനെ വാഴിയിലിട്ടിട്ട് പോകത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരണത്തെ മുഖാമുഖം പലതവണ കണ്ടിട്ട് പൗലോസ് പറയുകയാണ്, മരണം എന്ന് പറഞ്ഞത് എനിക്ക് ലാഭമാണ്. ഹല്ലേലൂയ. ഒരു ബിസിനസ് നടത്തിയാൽ ആ ബിസിനസ് വളരെ അനുഗ്രഹമായി എന്ന് പറയുന്ന അതിനകത്ത് പ്രോഫിറ്റ്, അതിനകത്ത് ലാഭം കിട്ടുമ്പോഴേ ആ ബിസിനസ് നമുക്ക് പ്രയോജനമായെന്ന് പറയത്തുള്ളൂ, ലാഭമായി എന്ന് പറയത്തുള്ളൂ. സ്തോത്രം. നോക്കിക്കേ, ഒരിക്കലും ഒരു മനുഷ്യൻ ജീവനെ പകരം വെച്ചിട്ട് ജീവനെ കൊടുക്കും പറയുകയാണ് ലാഭമാണെന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ധൈര്യം നോക്കിക്കേ. ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, മറ്റാർക്കും ഇല്ലാത്തൊരു ധൈര്യം, മറ്റാരും പ്രഖ്യാപിക്കാത്തൊരു ധൈര്യം പൗലോസിന്റെ മേലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആ ധൈര്യത്തോടെ അദ്ദേഹം യാത്ര ചെയ്ത് ഈശാനമോഹൻ അടിച്ചിട്ടും ആമൻ ജീവിതത്തിന്റെ പ്രതിസന്ധിക്കകത്ത് ഈശാനമോഹൻ അടിച്ച് ആമൻ പടക് തകർന്നിട്ടും പടക് തകർന്ന് ആ പലകമേൽ പിടിച്ച് മെലീത്ത ദ്വീപിനകത്തു കയറി അത് തണുപ്പ് നിമിത്തമായിട്ട് ബർബരന്മാര് വിറക് പിറക്കി തീ കത്തിച്ച ആ തീ ചൂട് പോരെന്ന് കരുതി ഒരു വിറകങ്ങ് പിറക്കിയിട്ടപ്പോൾ അതിനകത്ത് അണലി വന്ന് കൈക്ക് തൂങ്ങിയപ്പോഴും അതിനെ നിസാരമായി കുടഞ്ഞ് തീക്കകത്തോട്ടിട്ട് പൗലോസ് പറയുകയാണ്, അമ്മയുടെ മരണമേ, നിനക്കെന്നെ തൊടാനൊക്കത്തില്ല. എന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. നീ റോമിലെത്തണമെന്നും നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് എനിക്ക് കഴിഞ്ഞ രാത്രിയിൽ ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട്, ദൂത് കിട്ടിയത് കൊണ്ട്, പ്രവചനം കിട്ടിയത് കൊണ്ട്, മേലീത്തക്കകത്ത് ഉയർന്നു വന്ന് എത്ര ദുഷ്ടവ്യാപാരം ശക്തികൾ എന്റെ കൈക്ക് കുടഞ്ഞുകളയാൻ കടിച്ചാലും അതിനെ ആ തീക്കകത്ത് കുടഞ്ഞു കളയാൻ കഴിയുന്ന ഒരു അഭിഷേകം എന്റെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കൈക്ക് തൂങ്ങിയതിനെല്ലാം ആത്മാവിൽ നിന്ന് കുടഞ്ഞു കളയണം. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തം പ്രാപിച്ച എത്ര പേരുണ്ട് ഇതിനകത്ത്? ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം കേട്ട എത്ര പേരകത്തുണ്ട്? സ്തോത്രം. കണ്ടോ, വാഗ്ദത്തം കേട്ടവരെന്ന് പറയുമ്പോൾ കുറച്ചു പേര് കൈയുയർത്തുന്നു. അന്ന് കൈയൊന്ന് ഉയർത്തി പറഞ്ഞേ, എനിക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവരോട് ദൂത് പറയാം, എന്നോട് ദൈവിക വാഗ്ദത്തം ഉണ്ട് എന്ന് സ്തോത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയും, മെലീത്തയുടെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന
എത്ര വലിയ ദുഷ്ട പിശാച് കൈക്ക് കടിച്ചു തൂങ്ങിയാലും ഇന്ന് രാത്രി അതിനെ നിസ്സാരമായി കണ്ട തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞാൽ ഈ രാത്രി ഞാൻ പറയാം, ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രിയിൽ ഒന്ന് കേട്ടതൊന്ന് ആത്മാവിലൊന്ന് ഒന്ന് ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് നിന്നാൽ, സ്തോത്രം, വിഷപ്പാമ്പ്, ആണലി, ദുഷ്ടജന്തു അനേകരെ കൊന്നു എന്നുള്ളത് സത്യമാണ്. അതവിടെ നടന്ന സംഭവമാണ്. പക്ഷെ യഥാർത്ഥ ട്രൂത്ത് എന്ന് പറയുന്നത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കണം, റോമിലെത്തണം. എങ്ങനെ റോമിലെത്തേണ്ടത്? സ്തോത്രം, ഈ മെലീത്തക്കകത്ത് നിനക്ക് മനോഹരമായൊരു പെട്ടി ഉണ്ടാക്കി അതിനകത്ത് നിന്റെ മൃതശരീരം അവിടെ കൊണ്ടുപോകുമെന്നല്ല പൗലോസ് പറയും, നീ കൈസരുടെ മുമ്പിൽ നിൽക്കണം, റോമിലെത്തണം. ഹല്ലേലൂയ, ആമേൻ. റോമിലെത്തണം, അവിടെ നിൽക്കണം. ഹല്ലേലൂയ. നിൽക്കണമെങ്കിൽ ജീവൻ ഉണ്ടാകണം. ദൂതുകളെ ശ്രദ്ധിക്കണം കേട്ടോ. ആമേൻ. ദൂതുകളെ ശ്രദ്ധിക്കണം. എടാ പൗലോസ്, നീ നിൽക്കണമെങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിൽക്കാനൊക്കത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നിൽക്കുമെന്ന് ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തോ ഈ രാത്രി ചിലരുടെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം ചില സ്ഥലങ്ങളിൽ നിങ്ങളെ നിർത്തുമെന്ന് പറഞ്ഞാൽ എത്ര വലിയ മെലീത്തയുടെ ദുഷ്ടജന്തുവിന്റെ ശക്തികൾ കൈക്ക് തൂങ്ങി കാടിച്ചാടിയാലും അതിനെ പൗലോസ് ചുമ്മാ സിമ്പിളായിട്ട് ഒരു കൊതുകിനെ ആട്ടിക്കളയുന്നത് പോലെ, ഒരു ഈച്ച വന്നിരിക്കുമ്പോ കൈ കുടഞ്ഞു കളയുന്നത് പോലെ, ഇന്ന് രാത്രിയിൽ അതിനെ തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞൊരു ദൂതുണ്ട് കേട്ടോ. ഈ രാത്രിയിൽ നിന്റെ മേൽ നിന്റെ കൈക്ക് തൂങ്ങിയ ദുഷ്ടജന്തുവിനേക്കാൾ വലുത് നിന്നോട് പറഞ്ഞ ദൈവ ശബ്ദമാണ്. ഓറാബാല ഹാഥരാജന, ചില പടകകൾ തകർന്നതും ചില മെലീത്തക്കകത്തേക്ക് ദൈവം നിന്നെ വലിച്ചു കയറ്റിയതും നീ അവിടെ കയറിയതും ഒന്ന് ആരാധിച്ചതും ഒരു തീ കത്തിയതും അവിടുന്ന് പുറപ്പെട്ട ദുഷ്ടജന്തു കൈക്ക് തൂങ്ങിയതും സ്തോത്രം, ഇന്ന് രാത്രിയിൽ സാധാരണമല്ല, അവിടെ ചിലത് സംഭവിക്കാൻ വേണ്ടിയാണ്. അവിടെ ഇന്നു വരെ വെളിപ്പെടാത്തൊരു വെളിപ്പെടൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ചെയ്യാൻ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ മനുഷ്യൻ തീക്കകത്തോട്ട് ആ ദുഷ്ടജന്തുവിനെ കുടഞ്ഞു കളഞ്ഞെന്ന് വചനം പറയും. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം പഠിക്കുമ്പോൾ ദുഷ്ടജന്തുവിനെ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞു. ബർബരന്മാരെല്ലാം നോക്കിയിരിക്കുക. പെട്ടെന്ന് ചത്തു വീഴും, വീർത്തു വരുമെന്ന് കരുതി എന്ത് ചെയ്തു? അവര് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല. ദൂത് പറയാം, ശത്രുക്കൾ നോക്കി നിൽക്കുമ്പോ ദൂതുള്ളവനൊന്നും സംഭവിക്കത്തില്ല. ഹലോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നലെ ആ വീട്ടിലെ ചെക്കനെ ഇതേ ദുഷ്ടജന്തു കടിച്ചിട്ട് അരമണിക്കൂർ പോലും ഇരുന്നില്ല. സ്തോത്രം, 3 മണിക്കൂറിനുള്ളിൽ അവന്റെ വീടിനകത്ത് സമയമാൻ രഥം പാടി അടക്ക ശുശ്രൂഷ നടത്തിയിട്ട് ആളുകൾ വന്നിരിക്കുക. ഹല്ലേലൂയ. മെലീത്തയുടെ മണ്ണിനകത്ത് സാക്ഷ്യം പറയാൻ കൊടുത്താൽ ഒത്തിരി ആൾക്ക് സാക്ഷ്യം പറയാനുണ്ട്. എന്റെ ഭവനത്തിലെ ഇന്നയാളെ ഈ ദുഷ്ടജന്തു കടിച്ചിട്ട് 24 മണിക്കൂർ നീണ്ടു നിന്ന ചരിത്രമില്ല, അവർ ജീവനോടെന്ന ചരിത്രമില്ല, ഉയർത്തു വന്ന് ചത്തു വീണ ചരിത്രമുണ്ട്. അത് പ്രതീക്ഷിച്ച് ജനം നോക്കിയിരിക്കുമ്പോ പൗലോസ് എന്ന് പറയുന്ന അഭിഷക്തന്റെ അകത്തു വ്യാപരിച്ച ദൈവശക്തി, കുടഞ്ഞു കളഞ്ഞ ദുരാത്മശക്തിയുടെ കടിച്ചു തൂങ്ങിയ ദുഷ്ടജന്തുവിന്റെ വിഷത്തെ തീക്കകത്ത് കത്തിച്ചു കളഞ്ഞിട്ടാ പൗലോസ് അടുത്ത വിറക് പറക്കിയിട്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂത് പറയാൻ, കൈക്ക് കടിച്ച് ആ ദുഷ്ടജന്തുവിനെ തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞ് അതേ കൈകൊണ്ട് തന്നെ ദീപ പ്രമാണിയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ ദൈവം അഭിഷേകം ചെയ്തെങ്കിൽ ഇന്ന് രാത്രിയിൽ തമ്പുരാൻ പറഞ്ഞു, നിന്നെ എവിടെ തകർക്കുമെന്ന് പറഞ്ഞു, എവിടെ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞു, എവിടെ ഒതുക്കിക്കളയുമെന്ന് പറയുന്നു, അവിടെ തന്നെ ദൈവം പറഞ്ഞു, നിന്റെ കരത്തിലൂടെ ചില പ്രവൃത്തികളെ ഞാൻ ചെയ്തെടുക്കും. ഉടകജാന ഉടബലമജന ഹതുരിബി ജലാർത്ഥന ജലർത്ഥകാതക
ഉടകജന ഇന്ന് രാത്രി ചിലരുടെ ദൂതാണ്, ഒന്നല്ല ഒന്നിലധികം പേരുടെ ദൂതാണ്. ഈ രാത്രി എവിടെ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞു, എവിടെ നിന്നെ മുടിക്കുമെന്ന് പറഞ്ഞു, എവിടെ നിന്നെ ഇല്ലായ്മ എന്ന് പറയുന്നു, അവിടെ നിനക്ക് വേണ്ടി എന്റെ പദ്ധതികളെ ഒരുക്കുന്ന ദിനങ്ങൾ എത്രയെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില വ്യക്തികളോട് ദൂത് കൈമാറുകയാണ്. ഉടകാജാല ഉടലബറ ശാന്തല പ്രഭാതകൽക്കടാദിയാന ഹല്ലേലൂയ. അയൽവക്കത്തെ വീട്ടില്, അതിന്റെ അപ്പുറത്തെ വീട്ടില്, അതിന്റെ അപ്പുറയുള്ള വീടുകളിലും, ആ പഞ്ചായത്തിന്റെ പല വാർഡുകൾക്കകത്തുള്ള പല പല വീടുകൾക്കകത്ത് സാക്ഷ്യം പറയാനുണ്ട്. ദുഷ്ടജന്തു കടിച്ചിട്ട് 24 മണിക്കൂർ ജീവനോടെ ചരിത്രം, ജീവനോടെ ഉണ്ടായ ചരിത്രം പറയാനുണ്ട്. പക്ഷേ ഇല്ലാതെയായി പോയി. ഒത്തിരി മരണങ്ങൾ, ഒത്തിരി വീടുകൾക്കകത്ത് വിലാപ ഭവനമായി മാറി. ഇത് ദുഷ്ടജന്തു കടിച്ചിട്ട് ദുഷ്ടജന്തുവിന്റെ വഴിക്ക് പോവുകയാണ്. പക്ഷെ ഒരു ദൂത് കഴിഞ്ഞ രാത്രി ദൂതനിറങ്ങി പടകിനകത്ത് ഇറങ്ങി വന്ന് ദൂത് പറഞ്ഞവന് പറയാനുണ്ട്. സ്തോത്രം. ദുഷ്ട ജന്തുവ് എന്റെ കൈക്ക് കടിച്ചത് നിനക്ക് തെറ്റിപ്പോയി. ഇന്ന് രാത്രി ദൂത് പറയാം. നിങ്ങളുടെ തലമുറയെ സ്തോത്രം ആ ദുഷ്ടജന്തു തൊട്ടുവെങ്കിൽ അവന് തെറ്റിപ്പോയി. ഹല്ലേലൂയ. അവന് തെറ്റിപ്പോയി. ഇന്ന് രാത്രി ദൂത് പറയാ. അവൻ തൊട്ടെങ്കിൽ ഇന്ന് രാത്രി നീ അവന്റെ അടിത്തറ ഇളകും. പ്രാർത്ഥിക്കുന്നവനെ തൊട്ടാൽ തൊടുന്നവന്റെ അടിവേരിളക്കാൻ കഴിയുന്ന കൊടയിൽ കൊടയും. പൗലോസോ ആ ജന്തുവിനെ തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രി പ്രാർത്ഥനയിൽ ആത്മാവിൽ ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ തീക്കകത്തേക്ക് ഇന്ന് രാത്രി കൈ എന്ന ആത്മാവിൽ നിന്ന് കുടഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ഇന്നലകളിൽ കടിച്ചു തൂങ്ങി, ഇന്നലകളിൽ മരണം കൊയ്തെടുത്ത അനേക കുടുംബങ്ങൾക്കകത്ത് അനേകരെ തകർത്ത് കളഞ്ഞ അതേ വിഷയത്തെ ഇന്ന് രാത്രി തമ്പുരാൻ പറഞ്ഞു നിന്റെ വീട്ടിനകത്ത് തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് രാത്രി കരങ്ങളെ അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ശകരമനധന ഹുടകബലഘടകജല ഹതുനാരഭക്ഷാന്തല വൈഡപ്രവാചകധന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതിനെ തീക്കകത്ത് കുടഞ്ഞു കളയട്ടെ. ഇന്ന് രാത്രിയില് ഞാൻ വേഗത്തിലെ വചനത്തിലേക്ക് ഇന്ന് രാത്രിയില് ഒരു ദൂതിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ റോമാലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്. സ്തോത്രം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ സ്തോത്രം 23-ാമത്തെ വാക്യത്തിൽ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി മാറ്റിക്കളഞ്ഞു. ഈ ലോകത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ തേജസ്. അവിടെ 23-ാമത്തെ പൗലൂസ് പറയുകയാണ്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി മാറ്റിക്കളഞ്ഞു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലോട്ടുള്ള വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് എന്ത് ചെയ്യുന്നു? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവരെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം വീണ്ടുപോയി. എന്നിട്ട് അടുത്ത വാക്യം, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്നിട്ടാണ് അടുത്ത വാക്യം പറയുന്നത്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ. നോക്കിക്കേ, ഈ വചനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. സ്തോത്രം. അവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അവിടെ അതിന്റെ മുകളിലോട്ടൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു വിടാം. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ട് അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മെ ഒന്ന് പ്രബോധിപ്പിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് ഇടപെട്ടൊരു വചനത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇനി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നേരത്തെ പെട്ടെന്ന് തന്നെ നിർത്താൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിന് നേരത്തെ തന്നെ നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കാം. എന്നാൽ വചനം ഇന്ന് രാത്രി നമ്മൾ വചനം കേൾക്കാനാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് വചനം നമുക്ക് വളരെ പ്രചോദനമാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കകത്ത് ദൂത് മാത്രം, പ്രവചനം മാത്രം കേട്ടാൽ പോരാ. സ്തോത്രം. ഗുണീകരണം വേണം, ശാസന വേണം. സ്തോത്രം. ഉപദേശം വേണം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രവചനങ്ങൾ മാത്രം കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ പുറകെ പോകും. ഗുണീകരണം ഉണ്ടാകത്തില്ല.
ശാസന കിട്ടേണ്ട സമയത്ത് ശാസന കിട്ടത്തില്ല. സോ ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. ഞാൻ മീറ്റിംഗ് നടത്തുമ്പോൾ ഞാൻ കയറുമ്പോൾ ഇതുപോലുള്ള ഗുണീകരണങ്ങൾ, ശാസന, ഇങ്ങനെയുള്ള ദൂതുകൾ പറയും. ചില കാര്യങ്ങൾ പറയും. അപ്പൊ ഞങ്ങളുടെ മീറ്റിംഗിൽ പറയുന്നത് പോലെ എനിക്ക് ഇതിനകത്ത് പറയാനൊക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാ ചില കാര്യങ്ങൾ ഉറപ്പിക്കാൻ ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇന്ന് രാത്രി ചില ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാ വിടും. വലിയ മാറ്റങ്ങൾ, വചനത്താൽ ചില മാറ്റങ്ങൾ. ആമേൻ. ഇവിടെ നോക്കി, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുക, നന്ദി കാണിക്കുക ചെയ്യുക. അപ്പം ഒരു വേളയിൽ ദൈവത്തെ അറിഞ്ഞവർ, ആമേൻ, ദൈവത്തെ അറിഞ്ഞവർ, ആമേൻ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞൊരു സമയം. ആ സമയം കഴിഞ്ഞ്, ആ രുചിച്ചറിഞ്ഞ ആ സമയത്ത് എന്ത് ആരാധനയായിരുന്നു, എന്ത് പ്രാർത്ഥനയാ! കൈ അടിച്ച് പൊട്ടിച്ച് ചോര ഒലിച്ചാലും നിർത്തത്തില്ലായിരുന്നു അല്ലേ? സ്തോത്രം. നമ്മളൊരു പാട്ട് പാടാറില്ല, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയ ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലെ ആത്മാവേ അമിതബലം തരണേ. അപ്പൊ ആദിയിലെന്ന പോലെ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മുടെ മേൽ വ്യാപരിച്ചൊരു അഭിഷേകത്തിന് ശക്തിയുണ്ട് അല്ലേ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഒറ്റയ്ക്കിരുന്നോ, ഉപവാസ പ്രാർത്ഥനകളിലോ, ചർച്ച് പ്രയറിനകത്തോ, സൂം മീറ്റിങ്ങിനകത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവദാസന്മാരെ നമ്മൾ വിളിച്ചു വരുത്തി വീടിനകത്ത് നടത്തിയ പ്രാർത്ഥനയ്ക്കകത്തോ, ഒന്നുമല്ല, ഒറ്റയ്ക്കിരുന്ന പ്രാർത്ഥനയ്ക്ക് അകത്തിരുന്ന് പ്രാപിച്ച ഒരു അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടായിരുന്നല്ലേ? ആമേൻ. ഇന്ന് രാത്രി ഞാൻ ജെനുവിനായിട്ട് ചോദിക്കുകയാണ്, അതേ ആത്മസന്തോഷമുള്ള എത്ര പേര് ഇന്ന് രാത്രി ഉണ്ട് ഇതിനകത്ത്? സ്തോത്രം. അതേ നോണ പറയല്, വെറുതെ ചാടി കൈ ഉയർത്തരുത്. ആമേൻ. സ്തോത്രം. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കൈ ഉയർന്നു തന്നെ ഇരിക്കണം. സ്തോത്രം. എന്റെ ചർച്ചിനകത്ത് ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ചോദിക്കും. സ്തോത്രം. ചോദിക്കുമ്പോ എല്ലാവരും ചാടി കൈ ഉയർത്തും. ആ ചോദ്യത്തിന് ഉപചോദ്യങ്ങളായിട്ട് 1-2 ചോദ്യം ചോദിക്കും. ചില കൈകളൊക്കെ താഴും. ലാസ്റ്റ് വരുമ്പോ എല്ലാ കൈയും താണിരിക്കും. സ്തോത്രം. എന്നോട് കൂടെ ഉണ്ടോ നിങ്ങൾ? സന്തോഷമായിരിക്കുന്നു? ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ആമേൻ. സ്തോത്രം. ഈ ദൈവിക സന്തോഷത്തിനകത്ത് ആത്മാവിൽ ആരാധിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങി അഭിഷേകം പ്രാപിച്ച ആത്മാവിന്റെ അടയാളത്തോടു കൂടെ സന്തോഷത്തോടെ ആരാധിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നല്ലേ? ഒരു തുടക്ക കാലഘട്ടം ഇല്ലേ? നമുക്ക് എല്ലാവർക്കും ഇല്ലേ? സ്തോത്രം. ആദ്യ നാളിൽ ഈ അനുഭവം പോലെ വചനത്തിനകത്തോളം വിരുന്നു അല്ലെ വിവാഹ നാളിലെ സന്തോഷം പോലെ. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന കൂടുതൽ ആളുകളും വിവാഹിതരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടും ആമേൻ ദീർഘവർഷങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. ഞാൻ വിവാഹിതനുമാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി 8ൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 ആൺമക്കളാണ്. സ്തോത്രം. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എന്റെ ആ വിവാഹ ജീവിതത്തിന്റെ വർഷങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സ്തോത്രം. നോക്കി, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ നമ്മൾ നോക്കി കുടുംബശ്രീ ആളുകൾ ചോദിക്കുകയാണ്, വിവാഹം കഴിച്ച് 1-2 വർഷത്തെ അതേപോലെയുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ടോ? സ്തോത്രം. ചില ആളുകൾ ചിരിക്കണമെന്നുണ്ടിട്ട് ചില ആളുകൾ ചിരിക്കുന്നില്ല. സ്തോത്രം. ചിരിക്കൂ, ധൈര്യമായിട്ട് ചിരിക്കൂ. നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് ഷാജി പാസ്റ്റർ മീറ്റിംഗ് വെച്ചത് സന്തോഷിക്കാനാ ദൈവത്തിൽ, ക്രിസ്തുവിൽ സന്തോഷിക്കാൻ. അതുകൊണ്ട് ക്രിസ്തുവിൽ സന്തോഷിക്കുന്നില്ല. ഹല്ലേലൂയ. സന്തോഷമായിട്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. ഹാപ്പി ആയിട്ടിരിക്കും. ഒന്നും പേടിക്കണ്ട. കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചിരിക്കുക ക്രിസ്തുവിലൂടെ. അപ്പൊ നോക്കിക്കേ, അതേ സന്തോഷം ഇപ്പോഴുണ്ടോ? അയ്യോ പാസ്റ്റർ 30 വർഷമായില്ലേ, 35 വർഷമായില്ലേ ദാമ്പത്തിക ജീവിതത്തിനകത്ത്? അതേപോലുള്ള സന്തോഷം ഇനി കിട്ടുമോ? അങ്ങനെ ഇല്ല, അത്രയൊന്നും ഇല്ല. സ്തോത്രം. ആ നാളിലെ പോലുള്ള സ്നേഹമുണ്ടോ? സ്തോത്രം. പാസ്റ്റർ കൈപിടിച്ച് 2 കരങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, നീ ഉണ്ടില്ലെങ്കിൽ ഇവൾ എന്ത് ചെയ്യണം? നീ കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവളെ കഴിപ്പിക്കണം. കുടിച്ചില്ലെങ്കിൽ ഉടിപ്പിക്കണം. ആദ്യമൊക്കെ എന്ത് ചെയ്യായിരുന്നു? കുടിപ്പിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുമായിരുന്നു.
പിന്നീട് എന്ത് ചെയ്തു, 35-ാമത്തെ വർഷത്തിലോട്ട് വരുമ്പോ എന്ത് ചെയ്യുന്ന, അച്ചായ അതിന്റെ കിച്ചണിനകത്ത് ചോറുണ്ട്, കറിയുണ്ട്. സ്തോത്രം. അത് ടേബിളിനകത്ത് എന്തുണ്ട്, അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ബൊഫയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അച്ചായ എടുത്ത് കഴിച്ചു. സ്തോത്രം. അങ്ങനെ വിവാഹ നാളിൽ എങ്ങനെയായിരുന്നു? ആമേൻ, സ്തോത്രം. എടുത്തു കൊണ്ടുപോയി എന്ത് ചെയ്യുമായിരുന്നു? ബാക്കിയൊന്നും പറയുന്നില്ല. സ്തോത്രം. എന്ത് ചെയ്യുന്നു? കഴിപ്പിക്കുമായിരുന്നു. ആമേൻ. ഇപ്പം കഴിപ്പിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ വിവാഹ നാളിലെ പോലുള്ള സന്തോഷം, ഞാൻ ആ ദൈവമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വരിക. അതിനേക്കാൾ വളരെ സന്തോഷം നിറഞ്ഞൊരു അനുഭവമല്ലേ കർത്താവുമായിട്ട് കൂട്ടിമുട്ടിയ ഒരു എൻകൗണ്ടർ നടന്ന, കർത്താവിനെ സ്വീകരിച്ച ആ സമയത്തെ സന്തോഷം, യേശുവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോഴുണ്ടായിരുന്ന സന്തോഷം. എന്റെ ഒറ്റ ചോദ്യം, അതേ സന്തോഷം ഇന്നും നമ്മുടെ അകത്തുണ്ടോ? ആമേൻ. കണ്ടോ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്വർഗത്തിൽ മൗനത ഉണ്ടായി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഇടയിൽ ഒരു മൗനത നീ ഫീൽ ചെയ്യുന്നു. ആരും കൈ ഉയർത്തുകയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നത്, സ്തോത്രം, ഇത് എല്ലാവരിലും എല്ലായിടത്തുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സ്നേഹിതരെ, ദൈവമക്കളെ ഞാൻ പറയാം, ഒരു പ്രാർത്ഥന, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം, പണ്ടത്തെ പോലെ ഒരു കാലം. ഹല്ലേലൂയ. എന്തോ പണ്ടത്തെ പോലെയുള്ള കാലം? സ്തോത്രം. പണ്ടത്തെ പോലെ എന്ത് ചെയ്യുന്നു? ഭയങ്കരമായ അനുഗ്രഹം, ഭയങ്കരമായ ബ്ലെസ്സിങ് ആയിരുന്നു, ഭയങ്കരമായ അനുഗ്രഹമായിരുന്നു, ഭയങ്കര അനുഗ്രഹമായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞ, പണ്ടത്തെ പോലെ അനുഭവം, ഒരു ആത്മീക അനുഭവത്തെ കുറിച്ച് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ, ഞാൻ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കും. ഞാൻ ചില സമയങ്ങളിൽ എപ്പോഴും പ്രാർത്ഥിക്കാറില്ല, ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ആ പണ്ടത്തെ പോലുള്ള അനുഭവം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. കർത്താവേ, പണ്ടത്തെ പോലെയുള്ള ഒരു അനുഭവം, കർത്താവിനെ അറിഞ്ഞപ്പോഴുണ്ടായിരുന്ന സന്തോഷം. ഹല്ലേലൂയ. അന്ന് ഇത്രയും സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്വന്തമായി വാഹനമോ സ്വന്തമായ സൗകര്യം ഒന്നുമില്ല. ആ സമയത്ത് കർത്താവിനെ ആരാധിക്കാൻ, അഭിഷേകം പ്രാപിച്ച സമയത്ത് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും നമ്മള് ഒക്കെ ഉണ്ടായിരുന്ന സന്തോഷമുണ്ട്. ഇന്ന് ഉപവാസം ഇല്ല, പ്രാർത്ഥന ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അന്നത്തെ സന്തോഷമാണ് ഞാൻ പറയുന്നത്. അന്നത്തെ ദൈവമായിട്ടുള്ള ബന്ധമാണ്. എന്ത് വന്നാലും മാറത്തില്ല, എന്ത് പ്രതിസന്ധി വന്നാലും മാറത്തില്ല, എന്ത് പ്രശ്നം വന്നാലും മീറ്റിംഗ് മുടക്കത്തില്ല. ഇപ്പോഴാണെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ ഒരു ജലദോഷം നമ്മുടെ ശരീരത്തിനകത്തോട്ട് വന്ന, ഒരു ചെറിയ പനിയുടെ ഒരു ആരംഭം ഉണ്ടായാൽ നമ്മൾ മീറ്റിംഗ് മുടക്കുക. സ്തോത്രഭാസ, ഇന്ന് എനിക്ക് പനിയാണ്, അതുകൊണ്ട് ഈ എല്ലാവർക്കൊക്കെ പനി പകരും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇന്ന് മീറ്റിങ്ങിന്, ചർച്ചിൽ പോകുന്ന കാര്യം, മീറ്റിങ്ങിന് ഞാൻ വരുന്നില്ല. വാസ്തു കണ്ടോ, നിസാര കാര്യങ്ങൾ പറഞ്ഞു. അന്ന് സ്തോത്രം, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ലെങ്കിലും പ്രാർത്ഥിച്ചൊരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് വേച്ചും വിറച്ചും വന്ന് ആരാധിച്ച് ബലപ്പെട്ട് മടങ്ങിപ്പോയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമുക്കില്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരായിട്ടുള്ള ആളുകൾക്കുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പണ്ടത്തെ പോലൊരു നല്ല കാലത്ത് കർത്താവേ, ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് മടക്കി തരണമേ. ഹല്ലേലൂയ. കർത്താവ് ചിലരുടെ സന്തോഷത്തെയും മടക്കി തരികയാണ്. നഷ്ടപ്പെട്ട സന്തോഷത്തെ, നഷ്ടപ്പെട്ട ആനന്ദത്തെ. ലോസ്റ്റ് സണ്ണ്, നമ്മൾ നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, തനിക്കുള്ള സകല സമ്പത്തും നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ട് കേട്ടോ. ആ വീട്ടിൽ താൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ സന്തോഷമാണ്. ഇന്ന് രാത്രിയിൽ അപ്പനോടൊന്ന് പറഞ്ഞ, കർത്താവേ, ഇന്ന് രാത്രിയിൽ ആ വിരുന്നു വീട്ടിലേക്ക് നിന്ന് കൊണ്ടുവരണമേ. ആ ആനന്ദത്തിന്റെ തൈലം എന്നെ മേൽ പകരണമേ. ആ രക്ഷയുടെ സന്തോഷം എന്നിലേക്ക് ഒരിക്കൽ കൂടെ ശക്തിയോടെ, ഊർജ്ജസ്വലതയോടെ ജ്വലിക്കാൻ കഴിയുന്നില്ല, എന്റെ മേൽ ഒരിക്കൽ കൂടെ ഒന്ന് പകരണമേ. ഹല്ലേലൂയ. രക്ഷയുടെ സന്തോഷം പയ്യെ എങ്ങനെ
എന്താ പറയാ, മങ്ങി 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 ഈ വെള്ളെഴുത്ത് വരുന്നത് പോലെ ഒറ്റയടിക്കല്ല കാണാതെ പോകുന്നത്, ചെറുതായിട്ട്. വെള്ളെഴുത്ത് വന്നിട്ടുള്ള ആൾക്കാർക്കറിയാം, പതിയെ പതിയെ അല്ലെ, അങ്ങനെയല്ലേ പാസ്റ്റേ? പതിയെ 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 മൂടലുണ്ടായി 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 മൂടലുണ്ടായി, പിന്നെ ഒന്നും കാണാനൊക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറയുന്നത് പോലെ? പതിയെ 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 നഷ്ടപ്പെട്ട് പിന്നെ പറയും, ഓ പണ്ടത്തെ പോലൊരു സുഖമില്ല. ഇന്ന് നമ്മൾ പറയുന്നില്ല, പണ്ടൊക്കെ തമ്പേറടിച്ച് മുഴങ്കാലയിൽ ഇരുന്ന്, പുൽപ്പായയിലിരുന്ന് മുഴങ്കാലിലിരുന്ന് കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചൊരു കാലമുണ്ടായി. ഇന്ന് സിസ്റ്റം ഉണ്ട്, കീബോർഡ് ഉണ്ട്, ഗിറ്റാറുണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്, വലിച്ചു വാരി കീറി പാടിയിട്ട് അനങ്ങത്തില്ല. സ്വത്രം ലേലുയ്യ. അന്ന് ഒരു സൗകര്യമൊന്നുമില്ല. പട്ടിണിയാണെങ്കിലും കഷ്ടതയാണെങ്കിലും ഉള്ള കഞ്ഞി കുടിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥനയ്ക്ക് പോയ ആത്മാവിൽ ആരാധിച്ചവരുന്നു, മണിക്കൂറുകൾ ആരാധിക്കുക. ഇന്ന് നമ്മൾ 2 പാട്ട് പാടുമ്പോഴേക്കും കുഴയുക. സ്വത്രം കണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? പണ്ടത്തെ പോലൊരു അനുഭവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, സംവിധാനങ്ങളെക്കാൾ അപ്പുറമായി. എന്താ എനിക്കറിയത്തില്ല, കർത്താവ് പറഞ്ഞു നമുക്കുള്ള സംവിധാനങ്ങളെല്ലാം ആവശ്യമാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകട്ടെ. നമ്മുടെ വീടുകൾ ഒരു വർഷിപ്പ് സെന്ററായി മാറട്ടെ. പേഴ്സണലി നമുക്ക് അങ്ങനെയോ ദൈവത്തെ ആരാധിക്കുന്ന സംവിധാനങ്ങളെല്ലാം ഒരുങ്ങി വരട്ടെ. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു ആളാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായ ഹൃദയമായിട്ടുള്ള ബന്ധം ദൈവമായിട്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ അകത്തൊന്നുകൂടി ഒന്ന് വർദ്ധിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ, എനിക്ക് അങ്ങുമായിട്ടുള്ള ആഴമേറിയ ബന്ധം എന്നെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഒന്ന് പ്രാർത്ഥിക്കാമോ നമുക്കൊന്ന്? ഈ രാത്രി അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരു ഭയങ്കരമായ റിലേഷൻ, ദൈവമായിട്ടുള്ള ബന്ധം, ഭയങ്കര ഹൃദയബന്ധത്തിലേക്ക് ഇന്ന് രാത്രി ഒന്ന് കയറാം. ഹൃദയബന്ധം. യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്ന് കിടന്ന മനുഷ്യനാണ്. ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാര് 12 പേരുണ്ട്. പക്ഷെ ഈ 12 പേരിൽ ആമേൻ, ഈ 12 സീറ്റ് ഇട്ടാൽ ഒരു സീറ്റ് എപ്പോഴും കാലിയാ. കാരണം എന്താണെന്നറിയാമോ? ആ സീറ്റിൽ ഇരിക്കാൻ ആളില്ല. ആ സീറ്റിൽ ഇരിക്കേണ്ട ആള് യേശുവിന്റെ മാറോട് ചേർന്ന കിടക്കുന്നത്. സ്തോത്രം. ആ സീറ്റ് എപ്പോഴും വേക്കന്റ് ആണ്, അവിടെ ഇരിക്കാൻ ആളില്ല. കാരണം അവിടെ ഇരിക്കേണ്ട ആള് യേശുവിന്റെ മാറോട് ചേർന്ന ഇരിക്കുന്നത്. ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണമേ, മാറോട് ചേർന്ന് കിടന്നവനെ ആമേൻ എന്ത് ചെയ്യുന്നു? പത്മോസിന്റെ അനുഭവത്തിൽ ഒറ്റയ്ക്കിട്ടപ്പോഴും അവൻ മാറിന യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് കേട്ട ഹൃദയ സ്പന്ദനം അവന്റെ കാതുകൾക്കകത്ത് മുഴങ്ങിക്കേട്ടു. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഹൃദയ സ്പന്ദനം, കർത്താവിന്റെ ഹൃദയ സ്പന്ദനം കേട്ടവൻ, അവൻ ഒറ്റയ്ക്ക് നിന്നാൽ അവന്റെ അകത്ത് വ്യാപരിക്കുന്ന നിരാശയല്ല, അവന്റെ അകത്തുനിന്ന് വെളിപ്പാടുകൾ പുറത്തു വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, യേശുവുമായിട്ടുള്ള ഹൃദയബന്ധത്തിലേക്ക്, ആഴമേറിയ ഹൃദയബന്ധത്തിലേക്ക്, മാറിൽ ചാരിക്കിടക്കുന്ന സ്പന്ദനത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഹൃദയംഗമായ ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി നമ്മളൊന്ന് കേറി ചെന്നാലുണ്ടല്ലോ, നിനക്കുണ്ടാകുന്ന ഏകാന്തതയുടെ നടുവിൽ അവൻ ഇറങ്ങി വരും. ഒറ്റപ്പെടലുകളുടെ നടുവിൽ അവൻ ഇറങ്ങി വരും. എന്നിട്ട് അവൻ സംസാരിക്കും, ഞാൻ ആൽഫയാകുന്നു, ഞാൻ ഓമേഗയാകുന്നു, ഞാൻ ആദ്യനാകുന്നു, ഞാൻ അന്ത്യനാകുന്നു, ഞാൻ സകലത്തിനും മീതെ ഉന്നതനാകുന്നു, ഞാൻ ഉയർന്നവനാകുന്നു, ശാശ്വതവാസിയാകുന്നു. അത് മാത്രമല്ല കേട്ടോ, യോഹന്നാൻ കണ്ണു തുറന്ന് യേശുവിനെ കാണുകയാണ്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട്ട് സദൃശ്യമുള്ള കാലുകളുള്ളവനായി, അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവനായവനെ യോഹന്നാൻ ദർശിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഹൃദയംഗമായ ബന്ധത്തിലേക്ക് ഈ രാത്രി ഒന്ന് തിരിച്ചു കയറി വരട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് കയറി വരാം. നമുക്ക് ഒരുമിച്ചൊന്ന് കയറി വരാം. നമുക്ക് ഒരുമിച്ചൊന്ന് കയറി വരാം. നമുക്ക് ഒരുമിച്ച് അവനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒന്ന് അടുത്തു വരാം. ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുക, നന്ദി കാണിക്കുക തങ്ങളുടെ നിരൂപണങ്ങൾ നിരൂപണങ്ങൾ നിരൂപണം എന്തോ? നിരൂപണം ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ,
അതാണ് നമുക്കകത്ത് വെളിപ്പെടുന്ന നിരൂപണങ്ങൾ. ഹല്ലേലൂയ. നോക്കിക്കേ, പൗലോസ് പറയുകയാണ്, അവൻ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കും. പൗലോസ് പറയുക, ഒന്ന് ശ്രദ്ധിക്കുന്ന വാക്ക് ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല. അപ്പം നമ്മോട് ദൈവത്തോട് അടുക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ചിന്തക്കകത്ത് ഉയർന്നു വന്ന ചില നിരൂപണങ്ങളുണ്ടല്ലേ. സ്തോത്രം. ഇന്ന് എങ്ങനെയാ പിടിച്ചടക്കുന്നത്? ഇത് പിടിച്ചടക്കാൻ നമുക്ക് ഒരു 21 ഇരുന്നാലോ? ഞാൻ തയ്യാറാ. നിങ്ങൾ തയ്യാറാണോ? ഷാജി പാസ്റ്റർ തയ്യാറാ? 2 കൈ ഉയർത്ത് ആമേൻ പറഞ്ഞു. നമുക്ക് അടുത്ത ദിവസം അംഗീകരിക്കാം. നിരൂപണങ്ങൾ ഇടിക്കാൻ ഒരു പ്രാർത്ഥന, പേര് കൊടുക്കാം, നിരൂപണങ്ങൾ ഇടിക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെ ഇടിച്ചു കളയുന്ന ഉപവാസ പ്രാർത്ഥനകൾ. തയ്യാറാണോ? അയ്യോ, നമ്മൾ എത്രയോ ഉപവാസം നിന്നിട്ട് ഈ മതിൽ ഇടിയുന്നില്ല. ഹലോ, എത്രയോ ഫാസ്റ്റിംഗ് ഇരുന്ന് ഇടിയുന്നില്ല. പൗലോസ് അതിനകത്ത് അടിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത് എഴുതി വെച്ചിരിക്കുക. എങ്ങനെയാ ഇടിയുന്നേ? ഇടിയാൻ ഒറ്റ കാരണമുള്ള അനുസരണം. പൗലോസ് എഴുതി വെക്കുക എങ്ങനെയാണ്? സകല അനുസരണക്കേടിനും പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യാണ്? അനുസരിക്കുക. അത്രേ ഉള്ളൂ. എങ്ങനെയാ അനുസരണക്കേടിന് പ്രതികാരം ചെയ്യുന്നേ? അനുസരണക്കേടിന് പ്രതികാരം ചെയ്യുന്നത് എങ്ങനെയാ? 2 കിട്ടിയാൽ പ്രതികാരമായി. സ്വത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ അതിനെ ശിക്ഷിക്കുന്ന? എങ്ങനെയാ? അല്ലെ അതിനെന്താ ബദലായിട്ടൊരു മാർഗം? അല്ലെങ്കിൽ ഈ മേലിൽ അത് അനുസരണക്കേട് കാണിക്കാതിരിക്കുക എന്താ ചെയ്യണ്ടേ? 2 കൊടുത്ത് കയ്യിലും തൊടയിലൊക്കെ നല്ല പാട് വരുത്തി ചൂരല കൊണ്ട് 2 അടിയും കൊടുത്തു കഴിയുമ്പോ സ്വത്രം പ്രതികാരമായി. ഇതാ മനുഷ്യന്റെ പ്രതികാരം. എന്നാ പൗലോസ് വെളിപ്പാടി പറയാണ്, മക്കളെ അടിച്ചും ശിക്ഷിച്ചും ഒന്നും പ്രതികാരമൊന്നുമില്ല. പ്രതികാരം ഒറ്റ കാര്യമുള്ളൂ. എന്താണോ നിങ്ങൾ ചെയ്തത്, എന്താണോ നിങ്ങൾ ചെയ്യാതിരുന്നത്, അത് നിങ്ങൾ ചെയ്യണം. അനുസരണക്കേട് കാണിച്ചു, അനുസരിക്കുക. ഹലോ, അനുസരണക്കേട് കാണിച്ചില്ലേ? അനുസരിച്ചാൽ മതി. ഏദൻ തോട്ടത്തിനകത്ത് അനുസരണക്കേട് കാണിച്ചു, തെറ്റിപ്പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നാൽ ഒരുവൻ അനുസരണക്കേട് ഏദൻ തോട്ടത്തിൽ കാണിച്ചപ്പോൾ ക്രൂശിൽ ഒരു നമുക്ക് വേണ്ടി അനുസരണം കാണിച്ചു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന? അനുസരണമുള്ളവനായി തീർന്നു, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പൗലോസ് പറയാണ്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപെടുത്ത വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ വിളങ്ങി അനുസരണമുള്ളവനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ഒരുവൻ അനുസരണക്കേട് കാണിച്ച് ഈ പ്രപഞ്ചം, ഈ ഭൂമി മുഴുവനും പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയപ്പോൾ അവൻ ഏകൻ അവന്റെ അനുസരണത്താൽ ലംഘനം വരുത്തിയതിന് പരിഹാരം വന്നു. ഹല്ലേലൂയ. തിരുവചനം പറഞ്ഞു, ഏകന്റെ ലംഘനത്താൽ ഈ ഭൂമിയിൽ പാപം അകൃത്യമാണെങ്കിൽ, ഏകന്റെ അനുസരണക്കേടിനാൽ പാപം അകൃത്യം ഈ ഭൂമിയിൽ വാണെങ്കിൽ, ഒരുവന്റെ അനുസരണ നിമിത്തമായിട്ട് വെളിപ്പെട്ടു വന്ന പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തെ ഉടച്ചു മാറ്റിക്കൊണ്ട് അവൻ ജയാളിയായി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ഇന്ന് രാത്രിയിൽ അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവാണ്. ഈ രാത്രിയിൽ വിശ്വസിക്ക്, ഞാൻ അവൻ അനുസരിച്ചതുപോലെ അനുസരിക്കും. ഞാൻ അവൻ പ്രവർത്തിച്ചതുപോലെ തന്നെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് യേശുവിനെ പോലെ ആകാൻ. ആമേൻ. ഒരു പാട്ടുണ്ടല്ലോ, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ. ആമേൻ. പാടാൻ സമയമില്ല. നമ്മൾ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്കല്ലേ, പാടാനും നമുക്ക് ഭയങ്കര, പാട്ട് പാടുമ്പോൾ നമുക്കൊരു സന്തോഷം. പക്ഷെ ഈ പാട്ടിനെ ധ്യാനിച്ച് പാടി കുറച്ച് പ്രയാസം ഉണ്ടാവും.
യേശുവിൻ വാക്ക് കേൾക്കും, യേശുവെ പോലെയാകുവാൻ. യേശുവെ പോലെ ആകാനേ, യേശുവിനെ പോലെ എങ്ങനെയാകുന്നേ? ഒരു ജഗടത്ത് അടിച്ചപ്പോ മറ്റേ ജഗട് കാണിച്ചു കൊടുത്തതാണ്. സ്തോത്രം. ഒരു ജഗടത്ത് അടിച്ച് നമ്മൾ എന്ത് ഒന്നെങ്കിൽ പൊത്തി പിടിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും? പണ്ടൊരാൾ പറഞ്ഞതുപോലെ ഒരു ജഗടത്ത് അടിച്ചപ്പോ മറ്റേ ജഗട് കാണിച്ചു കൊടുത്തു. പിന്നെ എന്ത് ചെയ്യണ്ട? കാണിച്ചു കൊടുക്കണം, തിരിച്ചടിച്ചോളാനാ പറഞ്ഞെന്ന് പറഞ്ഞു ഒരാൾ എന്ത് ചെയ്യും? തല്ലുണ്ടാക്കിയത് പോലെ അല്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു ചെകിട് കാണിച്ചു കൊടുത്തപ്പോ യേശു ആ സൈഡ് രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ സൈലന്റ് ആയിട്ടിരിക്കുക. എന്തനുസരണം? യേശുവിന്റെ അനുസരണം. ഇന്ന് രാത്രിയിൽ യേശുവിനെ പോലെ ആകാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? യേശുവിനെ പോലെ ആകാൻ, യേശുവിനെ പോലെ ആകാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ഇന്ന് രാത്രി? കൈയൊന്ന് ഉയർത്തിക്കേ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ തലയോളം വളരാൻ, പത്രോസ് പറയാ, ക്രിസ്തുവിന്റെ തലയോളം വളരാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാങ്ങിപ്പിൻ. ക്രിസ്തുവിന്റെ തലയോളം വളരാൻ, ക്രിസ്തുവിനെ പോലെ ആകാൻ, ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന്റെ മനോഭാവം. ഈ രാത്രിയിൽ പറഞ്ഞേ, കർത്താവേ എനിക്ക് സാധിക്കുന്നില്ല, പക്ഷെ എനിക്കൊന്നറിയാം, അങ്ങ് എന്നിലേക്ക് ഇറങ്ങി, അങ്ങ് എന്നിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി, എന്നിൽ മുഴുവനുമായി അങ്ങ് വ്യാപരിച്ചിറങ്ങിയാൽ ഇന്ന് രാത്രി അനുവദിക്കണം കേട്ടോ. ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടാനൊന്ന് അനുവദിക്കണം. ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടാൻ ഇന്ന് രാത്രി അനുവദിച്ചാൽ ക്രിസ്തുവിന്റെ ഭാവം എന്റെ അകത്തുണ്ടാകും. പോലീസ് പറയും, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ഭാവം പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ഭാവം ഇന്ന് രാത്രിയിൽ ആ ഭാവത്തിലേക്ക് രാത്രി ഒന്ന് കയറാൻ ഈ ഓൺലൈൻ മീറ്റിങ്ങിനകത്തൊന്ന് ഹൃദയം ഒന്ന് കൊടുത്താട്ടെ. എവിടേക്കോ ഇന്ന് രാത്രിയിൽ വലിയ സ്ഫോടനാത്മകമാകുന്ന ഡെലിവറൻസുകൾ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, ചില ഹൃദയങ്ങളെ തൊടുന്നത് എനിക്ക് കാണാം. ചില ഹൃദയങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി ചില ഹൃദയങ്ങളുടെ അകത്ത് ഭയങ്കര ആഴമേറിയ ബന്ധങ്ങളിലേക്ക്, ഡീപ് റിലേഷനകത്തേക്ക്, ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ കണ്ണുനീർ കൊണ്ട് കവിൾത്തടങ്ങൾ നനഞ്ഞു വരാം, ഹൃദയം വെങ്ങിപ്പൊട്ടി അതേ ഒരു കരച്ചില് പോലെ വെളിപ്പെട്ടെന്ന് വരാം. ഭയപ്പെടേണ്ടതില്ല. സ്നേഹബന്ധത്തിന്റെ പുനഃസ്ഥാപിക്കപ്പെടുന്ന അനുഭവമാണ്, ഒരു വികാരമാണ് കരച്ചിൽ എന്ന് പറയുന്നത്. ദീർഘവർഷങ്ങൾ ഗൾഫിലോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളോ ഭർത്താവോ ഭാര്യയോ കുഞ്ഞുങ്ങളോ വേണ്ടപ്പെട്ടവരെ തിരിച്ചു വരുമ്പോൾ, അവരെ എയർപോർട്ടിൽ സ്വീകരിക്കുമ്പോൾ ആനന്ദം കൊണ്ട് കരയാറുണ്ടല്ലേ? സന്തോഷം കൊണ്ട്. അകന്നു നിന്ന ബന്ധത്തെ വീണ്ടും പുനഃസ്ഥാപിച്ചപ്പോൾ അറിയാതെ ഹൃദയം തുളുമ്പി കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണു. പുനഃസ്ഥാപിക്കപ്പെട്ട ബന്ധം. ഇന്ന് രാത്രിയിൽ എനിക്കറിയാം, ഈ ദൈവവചനത്തിലേക്ക് ഞാൻ കയറിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാം, ഇന്ന് രാത്രി ആരൊക്കെയോ ഒരു പ്രാർത്ഥനയിലേക്കും ദൈവിക പദ്ധതിയിലേക്കും ദൈവികമാകുന്ന പ്ലാനിലേക്കും ഹൃദയംഗമായ ബന്ധങ്ങളിലേക്ക് ചിലർ കയറുന്നത് ഇന്ന് രാത്രി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെ ദൈവിക ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നത്? പ്രാർത്ഥനയിലൂടെ. എങ്ങനെയാ ദൈവമായിട്ടുള്ള ബന്ധത്തെ വീണ്ടും ദൃഢമാക്കുന്ന? ദൈവവചന ധ്യാനത്തിലൂടെ, ദൈവ ശബ്ദം കേൾക്കുന്നതിലൂടെ, അത് അനുസരിക്കുന്നതിലൂടെ. ഈ രാത്രി കർത്താവ് പറയുന്നു, ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയി ബന്ധത്തെ കർത്താവ് വീണ്ടും പുനഃസ്ഥാപിക്കുമ്പോൾ ചിലരുടെ പ്രയർ ലൈഫുകൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഇനി പേര് പറഞ്ഞ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, ഒന്നിലധികം പേരുടെ പറയാനുണ്ട്, പക്ഷെ പേര് പറയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഈ രാത്രിയിൽ ചിലരുമായി ചിലർ പ്രാർത്ഥനയുടെ അടുത്ത ദീർഘ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ സമയങ്ങൾ ചിലവഴിക്കുന്ന ഒരു ഭയങ്കരമായ ബന്ധത്തിലേക്ക് ഈ രാത്രിയിൽ ചിലർ കയറി വരികയാണ്.
ഓ റബല ശൽഖബറബല ധൂരാതനാവാസിയ. രാത്രി മുഴുവനും മലയിൽ കയറിപ്പോയി പിതാവുമായിട്ടുള്ള പ്രാർത്ഥനയുടെ ബന്ധത്തെ പുത്രൻ പുനഃസ്ഥാപിച്ച് തുടർന്നു കൊണ്ടുപോയതുപോലെ ഈ രാത്രിയിൽ പ്രാർത്ഥനയിൽ ചിലർ രാത്രിയുടെ യാമങ്ങൾ ദൈവശബ്ദത്തിന് ഹൃദയങ്ങൾ പകരാൻ, ദൈവശബ്ദം കേൾക്കാൻ, ചില കാതുകൾ ശബ്ദിക്കാൻ കേൾക്കുവാൻ, ദൈവത്തിന് പ്രാപിക്കാൻ ചില പ്രാർത്ഥനകളിലേക്ക് തിരിച്ച് കയറി വരട്ടെ. ഈ രാത്രിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഭയങ്കര ആഴമായി തൊടുക കേട്ടോ. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുമ്പോൾ, ആമേൻ, വീണ്ടും ഇന്നലെ മുടങ്ങിപ്പോയ കമ്മ്യൂണിക്കേഷൻ, ആമേൻ, ആമേൻ, ചോദിക്കുന്നത്, പറയുന്നത്, കേൾക്കുന്നത്, മനസ്സിലാക്കുന്നുണ്ടോ? ചോദിക്കുന്നത്, ഇങ്ങോട്ട് പറയുന്നത്, കേൾക്കാനും കാണാനും അറിയാനും കഴിയുന്ന വലിയ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള, അതിനെ തിരിച്ചെൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മതലം ഇന്ന് രാത്രി ദൈവം ചിലമേ തുറക്കുകയാണ്. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കട്ടെ. ബന്ധങ്ങൾ, ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ ഇന്ന് രാത്രി പുനഃസ്ഥാപിക്കപ്പെട്ടെ. ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് വേഗത്തിൽ വരാം. ആമേൻ. അവിടെ വായിക്കുന്നിങ്ങനെയാണ്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവത്തിൽ നിന്ന് കണക്ഷൻ കട്ടായപ്പോ ഇരുട്ട് വന്നു. ഏതിനകത്ത് അതിലെ സംഭവിച്ചത്? ദൈവത്തിൽ നിന്നുള്ള ബന്ധം കട്ടായപ്പോൾ ഇരുട്ട് വന്നല്ലോ. ഇരുട്ട് വന്നതുകൊണ്ട് അവര് പറയാണ്, ഞങ്ങൾ നഗ്നരാണ്. ദൈവം ചോദിക്കുന്നത്, നിങ്ങൾ നഗ്നരാന്ന് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞതല്ല, ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങൾ നഗ്നരായി, ഞങ്ങൾ ഇരുട്ടിലായി പോയി. ഹല്ലേലൂയ. കർത്താവേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ അടുക്കിലേക്ക് വരാൻ ഒക്കത്തില്ല. അവർ അത്തിയില കൊണ്ടൊരു ഉടുപ്പൊക്കെ ഉണ്ടാക്കി അവർ നിൽക്കുക. കർത്താവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഉണ്ടാക്കിയ അത്തിയില കൊണ്ടുള്ള വസ്ത്രം ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ അത് ഉണങ്ങി കരിഞ്ഞു പൊടിഞ്ഞു പോകും, നിലനിൽക്കുന്നതല്ല. ആമേൻ. ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ തോലെടുത്ത് അവന് വസ്ത്രം കൊടുത്തു. ഇന്ന് രാത്രിയിൽ അവൻ കർത്താവ് പറയുകയാണ്, ദൈവാത്മാവെന്ന് ഓർപ്പിക്കുകയാണ്, ആമേൻ, രക്ഷയുടെ അനുഭവത്തെ നഷ്ടപ്പെട്ടു ഇരുളിന്റെ അനുഭവമായിരുന്നു. പക്ഷെ കാൽവരി ക്രൂശിൽ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി അറുത്തു, തകർക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. എന്നിട്ട് ആ രക്ഷയുടെ വസ്ത്രം നമ്മുടെ മേൽ ഉടിപ്പിച്ചിട്ട് പറയും, ഇനി മുതൽ നീ നഗ്നനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. വിവേകമില്ലാത്ത പാപത്തിൽ ജീവിച്ച് പാപം ചെയ്ത ദൈവതേജസ് നഷ്ടപ്പെട്ട് ഇരുണ്ടുപോയ ജീവിതത്തെ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു ക്രിസ്തുവിലൂടെ. റോമാലേഖനം 5-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, ആമേൻ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. സ്വയനീതിയല്ല, വിശ്വാസത്താൽ ക്രൂശിൽ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ സ്വയനീതീകരണം, ഏദൻ തോട്ടത്തിനകത്ത് ആദാമും ഹവ്വയും കൂടി അത്തിയുടെ ഇല തുന്നി ഉണ്ടാക്കിയതുപോലെയാണ് സ്വയനീതീകരണം. ഒരു വെയിലടിച്ചാൽ അത് ഉരുകിപ്പോകും, ഒടിഞ്ഞു പോകും. ആമേൻ. സ്വയനീതീകരണം ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പറഞ്ഞു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധത്തെ വീണ്ടും പുനഃസ്ഥാപിച്ചു. ആ വാക്യൊക്കെ ഭയങ്കര അർത്ഥവത്തായതും
വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂല വിശ്വാസത്താൽ പ്രവേശം ലഭിച്ചിരിക്കുന്ന ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രശംസിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്തു യേശുവിന്റെ നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കും. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കാൻ കഴിയുന്നുണ്ട്? ഇരുണ്ടുപോയ അനുഭവങ്ങളെ ഇന്ന് രാത്രിയിൽ വെളിച്ചമായി മാറട്ടെ. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് വചനം പറയുമ്പോൾ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് മൂഢതൽ വെളിപ്പെട്ടു. എന്നാൽ ഇന്ന് രാത്രി വചനം പറഞ്ഞ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇങ്ങനെ ഇത് ഇടജാതി എന്നിവയുടെ സാദൃശ്യമാക്കി മാറ്റിക്കളും. ദൈവ തേജസ്സിനെ കുറിച്ചുള്ള ദൈവ തേജസ്സിനെ പ്രാപിക്കേണ്ട മനുഷ്യൻ ഇരുള് നിറഞ്ഞപ്പോ അവർക്ക് കിട്ടുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞ അവർക്കുണ്ടായിരുന്ന ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യം എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ വേണമെങ്കിൽ തിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിക്കളഞ്ഞു. മനുഷ്യൻ വിവേകമില്ലാതെയായി പോയി. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ഇന്ന് രാത്രിയിൽ നമ്മുടെ അകത്ത് കൈമാറിയ ഒരു ശബ്ദമുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ തേജസ്സിനെ തിരിച്ചറിയാൻ, ദൈവ